എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയൊക്കെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന കനക രാവിലെ പോയിട്ട് കാറൊക്കെ കഴുകണം, നല്ല തൂത്തടച്ച് വൃത്തിയാക്കണം. പിന്നീട് ആ കാറിലേക്കൊക്കെ ചാരി നിൽക്കുന്നുണ്ട്. കാരണം വീട്ടിൽ കാറൊന്നും ഇല്ല. അപ്പോൾ ഈ ഇവിടെ വന്നിട്ടാണ് ഈ കാറ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കനകയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. തൻ്റെ മോളുടെ കാറാണ്. ആ ഒരു ചിന്തയാണ് കനകയുടെ ഉള്ളിലുണ്ടാവുന്നത്. ഈ സമയത്ത് ആദർശ് അങ്ങോട്ട് വരുന്നത്. ആദർശ് കണ്ട് ഈ കാഴ്ച കാറൊക്കെ ഇങ്ങ് തുടച്ചുകൊണ്ട് നിൽക്കുന്നത് ആദർശിന് വല്ലാത്തൊരു വിഷമം തോന്നി. നയനയുടെ അമ്മയാണല്ലോ, ആ പരിഗണന കൊടുക്കണം. ഇവിടുത്തെ ഒരു വേലക്കാരനെ പോലെ നിന്ന് അതൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് ആദർശം വന്നിട്ട് ചോദിച്ചു, അമ്മ ഇതെന്ത് പരിപാടിയാണ് കാണിക്കണമെന്ന് ചോദിക്കുകയാണ്. എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, അമ്മയോട് ആരാ പറഞ്ഞു ഈ കാറൊക്കെ കഴുകാനായിട്ട്? ഇതൊക്കെ ഇവിടെ ആൾക്കാരുണ്ടല്ലോ എന്ന് ചോദിക്കണം. അത് മോനെ, എനിക്കിവിടെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ, പിന്നെ എനിക്കെന്താ കാറൊന്ന് വാഷ് ചെയ്താലെന്ന് ചോദിക്കുകയാണ്. എനിക്കിഷ്ടമുള്ള പരിപാടികളൊക്കെ എന്ന് പറയണം. എന്നാലും വേണ്ടമ്മേ, അതൊന്നും ശരിയാകത്തില്ല. അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അമ്മയുടെ മൂത്ത മോളെ നവ്യനെ നോക്കാനല്ലേ? ഒന്ന് നോക്കിയാൽ മതി. ഈ വീട്ടുജോലികളൊക്കെ ചെയ്യാനായിട്ട് അമ്മയോട് ആരാ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ഇപ്പം മീനാക്ഷി അടുത്തും വന്നിട്ടുണ്ടല്ലോ, നയനയുടെ ജോലിയും കുറവുണ്ടെന്ന് പറയണം. കനക പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം മോനെ, പക്ഷെ എന്നാലും ഞാൻ എങ്ങനെ ഇവിടെ വന്നിട്ട് വെറുതെ ഇരിക്കുന്നേ, അതുകൊണ്ട് ചെയ്താന്ന് പറയാണ്. പിന്നെ മോൻ്റെ നന്മ എനിക്കറിയാം. എൻ്റെ മോള് കിടന്ന് കഷ്ടപ്പെടാമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴല്ലേ മീനാക്ഷിനെ ആൾ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചേ. അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ മോളോട് എത്രമാത്രം സ്നേഹം മോനുണ്ടെന്ന് എനിക്കറിയാമെന്ന് പറയാം. ഇത് കേട്ടത് ആദർശിലൊരു ഞെട്ടലുണ്ടായി. പാവം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് തന്നെ. തനിക്കുള്ള സ്നേഹം മുത്തശ്ശനോട് കാണിക്കുന്ന ആ ഒരു കാര്യത്തിൻ്റെ, മുത്തശ്ശൻ്റെ ജീവന് വേണ്ടിയിട്ടാണ് താനിങ്ങനെ നയനെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കുന്നതാണ് പാവം അമ്മയ്ക്ക് അറിയില്ലല്ലോ. അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇവരുടെ അവസ്ഥ എന്താവും. അങ്ങനെയൊക്കെ ചിന്ത ആദർശൻ്റെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. പിന്നീട് കനക പറഞ്ഞു, മോന് പോകാൻ സമയമെങ്കിൽ പൊക്കോട്ടോ എന്ന് പറയാണ്. അത് കുഴപ്പമില്ലമ്മയെന്ന് പറയാണ്. പിന്നീട് കനക പറയാ, അതെ, എൻ്റെ മോളുടെ കാര്യം തന്നെ ഒന്ന് ഓർത്ത് വയ്ക്കേ. അവളിങ്ങനെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നതല്ല ഇത്രയും വലിയ വീട്ടിലേക്ക് വരാൻ പറ്റുമെന്നും അതോടെ മോനെപ്പോലെ ഒരാളുടെ ഒപ്പം ജീവിക്കാൻ പറ്റുമെന്നൊക്കെ. പക്ഷെ നവ്യ എങ്ങനെയല്ലായിരുന്നു. അവൾ പണ്ട് മുതലേക്ക് അവൾക്കിങ്ങനെ വലിയ വലിയ മോഹങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു. അവളുടെ ആഗ്രഹങ്ങളൊക്കെ അവൾ ചെറുതിലെ തന്നെ അവൾ നടത്തിയെടുത്തിരുന്നു. എന്ത് വില കൊടുത്തു അതൊക്കെ നടത്തും. പക്ഷെ നവ്യ അങ്ങനെയല്ല കേട്ടോ. അവൾ തൻ്റെ മനസ്സുള്ള ആഗ്രഹങ്ങളൊന്നും ആരോടും തുറന്നു പറയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് അറിഞ്ഞു കേട്ട് ചെയ്തോണം. എങ്കിൽ മാത്രമേ അവളൊരു സാധനമാണല്ലോ വാങ്ങുള്ളൂ. നമ്മൾ വാങ്ങിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് വേണം അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അവളൊന്നും വാങ്ങാറില്ല. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അവളുടെ കല്യാണക്കാരൻ നിന്ന് എടുത്തു നോക്കി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കനക അങ്ങോട്ട് നിർത്തുവാണ്. മോനറിയാവൾ അവളുടെ ചെറുതിലേക്ക് ടൂർ പോകുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് എല്ലാവരും ടൂർ പോകും. ഈ സമയത്ത് നയന മോള് മാത്രം പോയില്ല. അവൾ ഈ കാര്യത്തെക്കുറിച്ച് വീട്ടിൽ പോലും വന്ന് പറയാറ് പോലില്ല. കാരണം എന്താ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണം വേണം. അപ്പം ഞങ്ങളുടെ ഈ പണമില്ലെങ്കിലോ എന്നോർത്തോണ്ട അവൾ അത് പറയുകയും ചെയ്യാതിരുന്നേ. പിന്നീട് ചോദിച്ചു കഴിയുമ്പോൾ അറിഞ്ഞു കഴിയുമ്പോൾ അവൾ പറയും, അതെനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പോകാത്തതെന്ന് പറയുള്ളൂ. പക്ഷെ അവളുടെ മൂത്ത ചേച്ചി അങ്ങനെയല്ല. അവളാണെങ്കിൽ പറഞ്ഞ് പൈസയൊക്കെ കരഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ടൈപ്പായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ് മോൻ അവളുടെ കാര്യങ്ങളൊക്കെ മനസ്സറിഞ്ഞ് ചെയ്യുന്നുണ്ട്, അതെനിക്കറിയാം. എങ്കിലും അവൾ ആവശ്യങ്ങളൊന്നും പറയില്ല. അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മോനത് മനസ്സറിഞ്ഞ് ചെയ്തു കൊടുക്കണം. ഈ അമ്മയ്ക്ക് മോനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സമാധാനം. മോനെ എല്ലാ കാര്യങ്ങളും അവളുടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ സമാധാനത്തിന് വേണ്ടി പറഞ്ഞതേ. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ വിഗ്രഹങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയ സമയത്ത് അതെല്ലാം കൊടുത്തത് മോനാ. അന്നേ ഞാൻ പറഞ്ഞ, നീ ഞങ്ങളുടെ മരുമോനല്ല, സ്വന്തം മോനായിട്ട് കരുതിയിട്ടാണ് ഞാനിതൊക്കെ പറയണേ എന്ന് പറഞ്ഞിട്ട് കനക അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ആദർശിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. ആദർശ് പിന്നെ കാറൊക്കെ ഓഫീസിലേക്ക് പോവാണ്. ഈ സമയത്താണെങ്കിൽ അബി അവിടെ നിൽക്കുകയാണ്. അബിയുടെ അടുത്തേക്ക് ജലജ അങ്ങോട്ട് വരികയാണ്. എന്നാലും ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷയില്ല, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലെന്ന് പറയണം. അമ്മ എന്ത് കാര്യമാണ് പറയണത്? എന്ത് കാര്യം പറയാനാണോ? അവളുണ്ടല്ലോ ആ നയന, അവൾ ഈ വീട്ടിലെ വേലക്കാരിയായിട്ട് നിന്നായിരുന്നു. ഏട്ടത്തിയാണെങ്കിൽ ആ രീതിയിൽ അവളെ കണ്ടുകൊണ്ടിരുന്നത്, എല്ലാ ജോലികളും ചെയ്തുകൊണ്ട്. പക്ഷെ നിമിഷ നേരം കൊണ്ടല്ല എല്ലാം തകടം മറിച്ച് ആ ആദർശ് വന്നിട്ട് ആ വേലക്കാരനെ തിരിച്ചു വിളിച്ചു. അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇത്രയും ദിവസം ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ആ ഏട്ടത്തി ഞാൻ ഓർത്താ ഏട്ടത്തി വേലക്കാരനെ ഈ വീട്ടിൽ നിന്ന് തിരിച്ചു പറഞ്ഞു വിടുന്ന. പക്ഷെ എന്ത് ചെയ്യാനാ, ഇവിടെ തന്നെ പിടിച്ചിരുത്തി. ഇത് ശരിയാകത്തില്ല. ഒരു കാരണവശാലും നയനെ ഏട്ടത്തി തമ്മിൽ ഒന്നാവരുത്. അവരൊന്നായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാനുകളും പദ്ധതികളും നടക്കില്ലെന്ന് പറയണം. അബി പറഞ്ഞു, അതിനിപ്പോൾ എന്താമേ കുഴപ്പം, നമുക്ക് എന്തെങ്കിലും പണി ചെയ്താൽ പോരെ, അധികം വൈകാതെ അവറ്റകളെ നമുക്ക് ഇവിടെ നിന്ന് ഓടിക്കാമെന്ന് പറയണേ. ഇത് കേട്ടോണ്ടാണ് കനക അങ്ങോട്ട് അകത്തേക്ക് കയറി വരുന്നത്. കനക കേട്ടു, ഓഹോ, അപ്പം തൻ്റെ 2 മക്കളെയും തുരുത്താനുള്ള പരിപാടി എവിടുന്ന്? എടാ, അതിനേക്കാളും അത്യാവശ്യം ഉണ്ടല്ലോ, അവളുടെ അമ്മയുണ്ടല്ലേ നോക്കാൻ വന്നിരിക്കുന്നത്. അവളെ വേണം ആദ്യം ഇവിടുന്ന് ഓടിക്കാനായിട്ട്. എല്ലാത്തിനെയും കൂടെ തൂത്ത് ഉടച്ച് ഇവിടുന്ന് ഓടിച്ച് ഒരു ശുദ്ധീകരണം തന്നെ ഈ വീട്ടിൽ നടത്തണം. എങ്കിൽ മാത്രം നമുക്കിനി സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. അബി പറഞ്ഞ, അമ്മ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാന്ന് പറയണേ. ഈ സമയത്ത്
കനയ്ക്ക് ദേഷ്യം വന്നു. ഓഹോ, അപ്പം ഇവിടെ ഇതാണ് കാര്യം. കാണിച്ചരാന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോയി ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്താ ഒരു പണി കൊടുക്കാൻ പറ്റുന്നേ. ഇവിടെ ഒറ്റ ഒരുത്തി കാരണം ഈ വീട്ടിൽ ഇങ്ങനത്തെ വഴക്കൊക്കെ ഉണ്ടാകുന്നത്. എല്ലാവരുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കാനായിട്ട് ഇവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. തൻ്റെ മക്കൾ എത്ര സന്തോഷത്തോടെ ജീവിക്കേണ്ടതാ ഇവളുടെ ഈ കുത്തിത്തിരിപ്പ് കാരണം. അല്ലെങ്കിൽ നയനയുടെ അമ്മായിമ്മ ദേവയാനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഓരോന്ന് പറഞ്ഞു കൊടുത്തുമ്പോൾ ആരാ തിരിയാതെ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ കനയ്ക്ക് സഹിച്ചില്ല. കന കുറേ സമയം ആലോചിച്ചു. ആ സമയത്ത് അവിടെ ക്രീം ഇരിക്കുന്നുണ്ട്. ഓ കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. ഈ ക്രീം അങ്ങ് എടുക്കാന്ന് ഓർത്ത് ആ ക്രീം അങ്ങ് എടുക്കുവാണ്. അത് കൊടുത്തോണ്ട് അങ്ങോട്ട് ബാത്റൂമിലേക്ക് അങ്ങോട്ട് പോവാണ്. ചെന്നിട്ട് അതിനകത്ത് കുറേ ക്രീമെല്ലാം അങ്ങോട്ട് കളഞ്ഞു. പിന്നീട് അവിടെ ഇരിക്കുന്ന ബാത്റൂം ക്ലീൻ ചെയ്യുന്ന സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്തേക്ക് പൊടിച്ചൊക്കെ ചേർക്കുവാണ്. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി വെച്ച് അതോട് മിക്സ് ചെയ്തു. ഇപ്പോൾ ആർക്കും മനസ്സിലാവില്ല കണ്ടിട്ടുണ്ടെങ്കിൽ. നിനക്കിട്ടുള്ള പണി ഇങ്ങനെ തന്നെ തരാടി എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അതങ്ങോട്ട് റൂമിലേക്ക് കൊണ്ട് വെക്കുകയാണ്. ഈ സമയത്ത് ജലജ അങ്ങോട്ട് കടന്നു വരുന്നത്. ജലജ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കനക എന്ത് ചെയ്യണം, ജലജയ്ക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. ഭയങ്കര ഭവ്യതയോടെ എഴുന്നേറ്റിരിക്കുകയാണ്. കൊള്ളാലോ, നിനക്ക് ഭയങ്കര മനമാറ്റമാണല്ലോ. ഇപ്പം എന്നെ പേടിയുണ്ടല്ലേ, എൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കണം. ആ ഒരു പേടി എപ്പോഴും വേണം. അതെ, കുളിക്കാൻ പോകണില്ലേ, ഇത് കുളിക്കാൻ പോവാന്ന് പറയാണ്. അത് ദേ ഡ്രസ്സൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയാൻ എടുത്തു കൊടുക്കണം. കൊള്ളാലോ, ഇത് നല്ല ഐഡിയ എന്ന് ജലജയുടെ മനസ്സിൽ ഓർക്കുവാണ്. ഇങ്ങനെ താൻ റൂമിലേക്ക് വന്നു കഴിയുമ്പോൾ തനിക്കൊരു വേലക്കാരി ഉള്ളത് നല്ലതല്ലേ. അങ്ങനെ പോയി കുളിയെ കഴിയുകയാണ്. കുളിയെ കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നപ്പോൾ അതേപോലെ തന്നെ ജലജ കട്ടിലേക്ക് ഇരുന്നു. അതിനുശേഷം ക്രീമൊക്കെ ഇങ്ങ് എടുത്തിട്ട് മുഖത്തും കയ്യിലും മൊത്തം അങ്ങോട്ട് വാരി അങ്ങോട്ട് പൊത്തുവാണ് അങ്ങോട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചൊറിച്ചിൽ, ഒരു പുകച്ചിൽ, എന്തോ ഒരു അസ്വസ്ഥത അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം കണ്ട് കനക ഇങ്ങനെ ഒന്നും മിണ്ടാതെ മാറി നിൽക്കുകയാണ്. ഇപ്പം കണ്ടോ, നിനക്കിട്ടുള്ള പണി ഇപ്പോൾ പുറകെ വരും എന്നുള്ള രീതിയിൽ കനക നിൽക്കുന്നത്. ആ സമയത്ത് കനക ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ജലജയ്ക്കോട്ട് അറിയത്തുമില്ലായിരുന്നു. ജലജ എന്ത് ചെയ്യേണ്ടതൊന്നും അറിയത്തില്ലാതെ ഇരിക്കുകയാണ്. ഈ പുകച്ചിലൊക്കെ തുടങ്ങിയപ്പോൾ ജലജയ്ക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയില്ല, ചൊറിയാനും തുടങ്ങിയിട്ടുണ്ട്. ഇരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഭഗവാൻ, ഇനി എക്സ്പയറി ഡേറ്റ് അങ്ങനെ കഴിഞ്ഞായിരുന്നു ആ ക്രീമിൻ്റെ. അതാണ് ഇങ്ങനെ സംഭവിച്ചെന്നുണ്ടാകുന്നുണ്ട്. കനക വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിക്കണം. എനിക്കപ്പടി ചൊറിഞ്ഞ് കത്തുക, എനിക്ക് പുകയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നീ എനിക്ക് എന്തെങ്കിലും ചെയ്താൽ ഒന്ന് ചൊറിഞ്ഞെങ്കിലും തരാൻ പറയണം. ചൊറിഞ്ഞു തരാൻ അതെന്ത് പറ്റി? ആ ക്രീം തേച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാ. എന്തോ ഒരു പ്രശ്നം ആ ക്രീമിനകത്തുണ്ടെന്ന് പറയണം. കനകോട് ഒരു കാര്യം ചെയ്യാം, ഭയങ്കര ചൊറിച്ചിലും കടിയാണ്, ഹോസ്പിറ്റലിൽ പോയാലോ. ഹോസ്പിറ്റലൊന്നും പോകണ്ട, നീ ഒരു കാര്യം ചെയ്യുക, നീ എനിക്ക് എന്തെങ്കിലും ഒന്ന് തേച്ച് തരാൻ പറയണം. ഇപ്പം ഞാനൊരു വഴി ഉണ്ടാക്കാം, ഞാൻ കുറച്ച് മഞ്ഞളെടുത്തോളം തേക്കാം, അത് നല്ലതാ, പൊള്ളുന്നതിനും ചൊറിച്ചിലിനൊക്കെ നല്ലതാന്ന് പറഞ്ഞിട്ട് കനക അങ്ങോട്ട് ഓടുവാണ്. പിന്നെ കുറച്ച് മഞ്ഞളൊക്കെ അരച്ചുകൊണ്ട് വരുവാണ്. മഞ്ഞൾ അരച്ചുകൊണ്ട് ഇതങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചോ, നല്ലതാന്ന് പറയുകയാണ്. പ്യുവർ മഞ്ഞളാന്നും പറഞ്ഞുകൊണ്ട് കൊടുത്ത് വീണ്ടും എരിയാനുള്ള ഇച്ചിരി മുളക് പൊടി ഇതൊക്കെ ഇട്ടാൽ കൊടുത്ത് അത് തേച്ച് കഴിഞ്ഞപ്പോഴത്തേനും ജലജ അങ്ങോട്ട് എരിഞ്ഞ് കത്തുവാണ്. ജലജ അങ്ങ് സഹിച്ചില്ല. കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴൊരാശ്വാസം വന്നേ. ഈ സമയത്ത് അബി അങ്ങോട്ട് കടന്നു വരുന്നത്. അബി കണ്ടു അമ്മ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതെന്താ അമ്മ, ഇതെന്ത് കോലമാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ മോനെ ഒന്നും പറയണ്ടാ, ആ ക്രീം എടുത്തൊന്ന് തേച്ചാന്ന് പറയണേ. അമ്മ എന്തിനീ വേണ്ടാത്ത പരിപാടിക്കൊക്കെ പോയത്? അത് വല്ല എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാണെന്ന് അറിയത്തില്ലോ. അല്ല മോനെ, ഞാൻ ഇന്നലെയും കൂടെ തേച്ചാ, എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം. കനകയുടെ മുഖം കണ്ടപ്പോൾ ജലജയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. ഇനി ഇവളെങ്ങാനും ഈ ക്രീമിനകത്ത് വല്ലതും തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഇനി അങ്ങനെ വരുമോ? ഇവിടുന്ന് ചോദിച്ചു, എടി സത്യം പറ, നീ ഈ ക്രീമിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ഞാനെന്ത് ആഡ് ചെയ്യാനായിട്ടാ? ഞാനൊന്നും തേച്ചിട്ടില്ല, ഞാനൊന്നും അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അല്ലെങ്കിലും ഞാൻ എന്ത് ചെയ്യാനാ, നിങ്ങൾ തന്നെ ഉപയോഗിക്കുന്ന ക്രീമല്ലേ, ഞാനൊന്നും എടുത്ത് നോക്കാറ് പോലും ഇല്ലെന്ന് പറയണം. പക്ഷെ ജലജയ്ക്ക് അത് അത്ര അങ്ങോട്ട് വിശ്വാസം വന്നില്ല. കനക ഉള്ളി ഭയങ്കരമായിട്ട് സന്തോഷിക്കുമായിരുന്നു. ഇത്രയെങ്കിലും ഒരു പണി ഇവൾക്കിട്ട് കൊടുക്കാൻ പറ്റില്ല. അവളിരുന്ന് പുകഞ്ഞു കത്തട്ടെ. തൻ്റെ 2 മക്കളെ ഇവിടെ നിന്ന് ഇറക്കി വിടാമെന്ന് കരുതിയിരുന്നവളാ. അവൾക്ക് ഈ പണി കൊടുത്താൽ പോരാ, ഇതിനേക്കാൾ നല്ലൊരു പണിയാണ് കൊടുക്കേണ്ടിയിരുന്നത് എന്ന് ജലജ കനക മനസ്സ് വിചാരിക്കുകയാണ്. പിന്നീട് ആദർശ് ഓഫീസിലേക്ക് ചെല്ലുവാണ്. ആ ഓഫീസിലേക്ക് ചെല്ലുന്ന സമയത്തും ആദർശിൻ്റെ ഉള്ളിൽ നയനയുടെ രൂപമായിരുന്നു. ആദർശിനോട് നയനയുടെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായിരിക്കും. താൻ ഒരുപക്ഷെ അവളോട് ഇത്ര വലിയ ക്രൂരമായിട്ട് പെരുമാറേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? എപ്പം നോക്കിയാലും ഒരു നല്ല വാക്ക് പോലും അവളോട് പറയാറില്ല. പാവൺ ഇന്ന് തന്നെ റൂമിലേക്ക് ഇന്നിപ്പോൾ അവൾ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവളുടെ ഉള്ളിൽ വേദന കാണുക തന്നെ ഓർത്തിട്ട് എന്തോ ആദർശിനൊന്നും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ആദർശ് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനി അങ്ങോട്ട് കടന്നു വരുന്നത്. അനി എന്നിട്ട് എന്തായേട്ടാ ഭയങ്കര ആലോചനയിലാണല്ലോ നീ? ഒന്നുമില്ലടെന്ന് പറയും. എന്തോ ഒരു വിഷമമുണ്ട്. ഏട്ടത്തിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വഴക്കിട്ടാണോ വന്നതെന്ന് ചോദിക്കും. ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അല്ല, ഏട്ടൻ്റെ സ്വഭാവമായതുകൊണ്ട് ഞാൻ പറഞ്ഞാണേ, എനിക്കറിയാലോ. ഏട്ടത്തി എത്രയൊക്കെ എന്തൊക്കെ ചെയ്യുന്നു തന്ന് പറഞ്ഞാലും ഏട്ടൻ അതൊന്നും കാണാൻ കണ്ടില്ല. എന്ത് ചെയ്താലും ഏട്ടത്തിന് ചീത്ത പറയാറല്ലേ ഉള്ളൂ. അപ്പം അതുപോലെ ഇന്ന് എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതെന്ന് പറയണം. ഇല്ലടാ, അങ്ങനെയൊന്നും ഇല്ല. അല്ല, നീ എന്താ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. ഞാനേ അനാമികയുടെ ഒപ്പം വന്നു. അനാമികയുടെ ഒപ്പം അപ്പം എപ്പോഴും ഇപ്പോൾ കറങ്ങി നടക്കുന്ന തന്നെയല്ലേന്ന് ചോദിക്കും. അതല്ല ഏട്ടാ, ഏട്ടനറിയാലോ, എനിക്കിപ്പോൾ കല്യാണമൊന്നും കഴിക്കണമെന്നില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് സംഭവിച്ചു. കല്യാണം കഴിക്കണ്ടാഞ്ഞിട്ടാണോ നീ പിന്നെ അവളുടെ അച്ഛനും അമ്മയും കൂടെ പറഞ്ഞു വിട്ടേന്ന് നിൽക്കണം.
അതേട്ടാ, അവൾ സ്വന്തമായിട്ട് എടുത്ത തീരുമാനം എന്നോടൊരു വാക്ക് ചോദിച്ചിട്ട് പോലുമില്ല. പക്ഷെ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ടാ. ഏട്ടനോടല്ലാതെ എനിക്ക് ആരോടും തുറന്നു പറയാൻ പറ്റില്ലെന്ന് പറയണം. എന്താടാ പ്രശ്നം? നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ മുത്തശ്ശനും ഞങ്ങളെല്ലാവരും കൂടി കല്യാണം പെട്ടെന്ന് കൂടെ ഉറപ്പിച്ചതെന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ശരി തന്നെ ഏട്ടാ, പിന്നെ എന്താ കുഴപ്പം? ആ വിഷയമൊക്കെ വീട്. അല്ല, ഏട്ടൻ്റെ ബുദ്ധിമുട്ട് അതാന്ന് ചോദിക്കുകയാണ്. പിന്നീട് ആദർശ് പറയണോ വേണ്ടോ എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയണോ വേണ്ടോ എന്നൊക്കെ ആലോചിക്കുകയാണ്. പിന്നീട് ദേവേനെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് പറഞ്ഞു, ഏട്ടന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടത്തിനെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോയേട്ടാ. പാവം എടുത്തി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ കിടന്ന് ജോലി ചെയ്യല്ലേ. ഇപ്പം തന്നെ കണ്ടില്ലേ, മീനാക്ഷി ഏട്ടനെ വിളിച്ചുകൊണ്ട് വന്നേ വെല്ലുമ്മയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ പേരിൽ ഇനി ആ പാവത്തിനോട് എന്തൊക്കെ പറയും പ്രവർത്തിക്കുമെന്ന് അറിയാനും പറ്റില്ല. ഏടത്തേക്ക് ഇടയ്ക്കൊരു ആശ്വാസം കൊടുക്ക്, പുറത്ത് കൊണ്ടുവന്ന് ഫുഡൊക്കെ മേടിച്ചു കൊടുക്ക്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്യുമല്ലെന്ന് ചോദിക്കുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ആദർശമാണെന്ന് ശരിയാണ്, ഒരു കാര്യം ചെയ്യാം, നയനയെ വിളിക്കാം, നയനയെ വിളിച്ച് റെഡിയായിട്ടിരിക്കാൻ പറയാം, വൈകുന്നേരം പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറയാം. അങ്ങനെയൊക്കെ ഓർത്ത് ആദർശ് നേരെ നയനയെ വിളിക്കുവാണ്. ഈ സമയത്താണെങ്കിൽ നയന ഇങ്ങനെ ഓരോന്നൊക്കെ ആദർശനെ കുറിച്ചൊക്കെ ഓർത്തിരിക്കുന്നത്. ആദർശം അതോടൊപ്പം തന്നെ നവ്യയുടെ കാര്യങ്ങൾ എങ്ങനെയായി തീരും നടത്തില്ല. അമ്മ നവ്യ വെച്ചിട്ട് കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകും? ഈ സമയത്ത് കനക അങ്ങോട്ട് കയറി വരുന്നത്. കനക വന്നിട്ട് ചെന്താ മോളെ ആലോചിക്കണേ നിൽക്കും. ഒന്നുമില്ലമ്മേ, ഈ വീട്ടുകാരുടെ കാര്യമൊക്കെ ആലോചിച്ചിട്ടാണ് നിൽക്കും. എനിക്ക് അങ്ങനെ ഇവരെക്കുറിച്ചൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഇല്ലമ്മേ. ആ ജലജയെന്ന് പറയുന്നവരുണ്ടല്ലോ, അവൾ മഹാദുഷ്ടിയാ മോളെ. അവളുടെ സ്വഭാവം നിനക്കൊന്നും ശരിക്കും അറിയത്തില്ലാണ്ടെന്ന് പറയാം. എനിക്കറിയാമേ, ഞാൻ ഇവിടെ വന്ന ആൾ തൊട്ട് കാണുന്നല്ലേ, ഞാൻ എല്ലാവരെയും പഠിച്ചു വെച്ചേക്കുക എന്നും പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ തിരിച്ചവരോട് പെരുമാറേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ കനക പറഞ്ഞു, ശരിയാ മോള് പറയുന്നേ, പക്ഷേ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്കറിയാലോ, പിന്നെ നമുക്കതിന് അവസരം കിട്ടിയെന്ന് വരത്തില്ല, നമ്മളെ എല്ലാവരും ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ എതിരിടുന്നവരോട് എതിരിട്ട് തന്നെ നിൽക്കണം എന്നൊക്കെ നയനയോട് പറയുവാണ്. ഈ സമയത്ത് നയനയുടെ ഉള്ളിൽ നവ്യനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. എങ്ങനെ അമ്മയോട് പറയും, അത് പറഞ്ഞാൽ അമ്മയുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നൊക്കെ ഉള്ളത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.